എപ്പോഴും നമുക്ക് സെലിബ്രിറ്റീസും അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് അത് സമൂഹത്തിലാണെങ്കിലും അത് ഈവൻ പൊളിറ്റിക്കൽ ലെവലിലാണെങ്കിലും ഫിലിംസും വലിയ കലാകാരികളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇടുന്ന ഡ്രസ്സുകൾ, അവർ ചില ഫങ്ഷൻസിൽ യൂസ് ചെയ്യുന്ന സാരീസും അതൊക്കെ നമ്മൾ ഒത്തിരി ഇൻസ്പയർഡ് ആക്കും. കാരണം വെച്ചാൽ ഇതുപോലത്തെ കളർ, അതേ കോമ്പിനേഷൻ, ആ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ഡ്രസ്സപ്പ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഓരോ ആഗ്രഹങ്ങൾ മിക്കവരുടെ കയ്യിലുണ്ടാവും. നമ്മൾ ഇതിന് ഇമിറ്റേറ്റ് എന്ന് പറയും. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഓപ്പണായിട്ട് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു മടിയായിരിക്കും പറയാൻ വേണ്ടി. പക്ഷെ ശരിക്കും വാസ്തവം ഞാനടക്കം ഇപ്പം നടികളുടെ പേരൊന്നും പറയുന്നില്ല, എന്നാലും ഞാൻ പറയും ഇപ്പം നയൻതാര, അല്ലെങ്കിൽ എന്താ പറയുക, നയൻതാര, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, അങ്ങനെ ഒത്തിരി, ഭാവന, അവരൊക്കെ ഇടുന്ന ചില കളേഴ്സ് നമ്മളെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യും. പിന്നെ നമുക്കത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ നമ്മളെ മൈൻഡിൽ അത് കയറുമ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് അതുപോലത്തെ ഒന്ന് എടുത്താലോ, അല്ലെങ്കിൽ ആ മോഡലൊന്ന് എടുത്താലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ സെലിബ്രിറ്റി ഇൻസ്പയർഡ് സാരീസിൻ്റെ കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത്. കുറേ നാളുകളായിട്ട് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അംബാനി വെഡ്ഡിങ്ങിൽ അവിടെ വന്ന ഫിലിം സ്റ്റാർസിൻ്റെ സെലിബ്രിറ്റീസ് ഇട്ട സാരികളും അതെല്ലാം എല്ലാവരും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഫീൽഡിലൊക്കെ ഇങ്ങനെ അലയടിച്ച് വന്ന കോസ്റ്റ്യൂംസ് ആയിരുന്നു. അപ്പോൾ നമ്മളിത് നോട്ട് ചെയ്തിരുന്നു, ഷോറൂമിലൊക്കെ കൊണ്ടുവരാറുണ്ട്, കസ്റ്റമേഴ്സ് വരുമ്പോൾ ഫോട്ടോസ് കാണിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫോട്ടോസ് കാണിച്ചിട്ടും ഷോറൂമിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും നമുക്ക് കൂടുതൽ എൻക്വയറി വന്നത് അംബാനി വെഡ്ഡിങ്ങിൽ നിത അംബാനി വെയർ ചെയ്ത സാരിയും അതുപോലെ തന്നെ ആ സെയിം വെഡ്ഡിങ് ഡേക്ക് ജ്യോതിക, ഫിലിം ആക്ട്രസ് ജ്യോതിക ഇട്ട സാരി ഭയങ്കര എൻക്വയറി ആയിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ച് പീസൊക്കെ ആയിട്ട് ഷോറൂമിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ കുറേ പേര് ഓൺലൈനിൽ അത് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓൺലൈനിൽ പൊതുവെ എല്ലാ ആൾക്കാരും ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും പല റേറ്റാണ്. 700, 1500, പിന്നെ 500, 450, അങ്ങനെ പല റേഞ്ചിലും കണ്ടു. അപ്പോൾ എനിക്കും തോന്നിയത് മിക്കവാറും കസ്റ്റമേഴ്സ് എല്ലാവരും അത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവുന്നു. പക്ഷേ ഞാനതിങ്ങനെ നോട്ട് ചെയ്തിട്ട് നമ്മളൊരു സെമി സിൽക്കിൽ, അതായത് അധികം ലോവും അല്ല പക്ഷെ ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു 2500 റേഞ്ചിൽ വരുന്ന സെമി സിൽക്ക് സാരിയുടെ കൺസെപ്റ്റിൽ ഞാൻ ആ 2 സാരിയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഈ സാരിയാണ് കേട്ടോ, ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഒന്ന് ഈ സെയിം സാരിയാണ്, ഇതുണ്ടോ, ഇത് സെയിം തന്നെ. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജ്യോതിക മാമിട്ട ഇതാണ്ടോ ഈ ഒരു സാരി. ഈ 2 സാരിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നീത അംബാനി ഇട്ടതിന് ലാക്സ് ഓഫ് എമൗണ്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജ്യോതിക മാം ഇട്ട സാരി നമ്മൾ കാഞ്ചീപുരം വീവറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതിൻ്റെ റേറ്റ് 39,000 ആണ്. പക്ഷേ 39,000 റേഞ്ചിൽ ചില കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ കസ്റ്റം ചെയ്തിട്ട് അവർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. 35,000 റേഞ്ചിൽ എനിക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. പക്ഷെ എന്നാലും ഒരു എന്താ പറയുക, അത്ര എമൗണ്ട് ഒന്നും നമുക്ക് ബെയർ ചെയ്യാൻ പറ്റാതെ ഒരു ഏകദേശം ഒരു 2500 റേഞ്ചിൽ ഓക്കെ ആണെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി അത് ബൾക്കായിട്ട് എൻ്റെ വീവറിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മറ്റ് സാരീസ്, അതായത് നിങ്ങൾ പല സൈറ്റ്സിൽ നിന്നും ഈ സാരീസ് വാങ്ങിയിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് സെമി സിൽക്കാണ്. സെമി സിൽക്കിൽ വളരെ സോഫ്റ്റാണ്. നമുക്ക് പ്ലീറ്റെല്ലാം എടുത്തു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് ഒതുങ്ങി നിൽക്കുന്നതാണ്. ഈ സാരി നിങ്ങൾക്ക് ഈ ഫോൾഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതുണ്ടോ, അത്ര സോഫ്റ്റാണ്. ഈ ഒരു സോഫ്റ്റ്നെസ്സിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. സെമി സിൽക്കിലാണ്. ഇതുണ്ടോ, ഇത് നിത മാം യൂസ് ചെയ്ത ആ സെയിം സ്റ്റഫിൽ വരുന്ന മീൻസ് പ്യുവർ സിൽക്കല്ല, സെമി സിൽക്കാണ്. ഇതുണ്ടോ, അടിപൊളി സാരി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. ഇതാണ് സാരി വന്നിരിക്കുന്നത്. ഇതുണ്ടോ, എന്തായാലും ഞാനൊരു പീസ് ഓൾറെഡി ഫസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതെനിക്ക് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കളറാണ്, അത്യാവശ്യം എല്ലാവർക്കും മാച്ച് ആവുന്നൊരു, ശരിക്കും ഒരു തനി തങ്കത്തിൻ്റെ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഷെയ്ഡാണ്. ഇത് ഒതുങ്ങി നിൽക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതുണ്ടോ, ഇതെങ്ങനെയാണോ നമ്മൾ വെയർ ചെയ്യുന്നത് അതുപോലെ ഒതുങ്ങി നിൽക്കും. ശരിക്കും 2500 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതാണ് സാരി. അതിൻ്റെ പല്ലു പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതുണ്ടോ, ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ഇത് പല്ലു പോർഷനും പ്ലസ് ഇതിന് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസ് സെയിം തന്നെ ടോണിൽ വരുന്ന ബ്ലൗസ് പീസാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, വളരെ സോഫ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഒരു വെഡ്ഡിങ്ങിന് യൂസ് ചെയ്താൽ തന്നെ ആരും പറയില്ല ഒരു 20, 30, 35 റേഞ്ചിൽ വരുന്ന സാരി അല്ല എന്നുള്ളത്. അപ്പം നിത മാം യൂസ് ചെയ്ത സെയിം സാരിയുടെ റേറ്റ് 2500 ആണ്. ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. അത്ര അടിപൊളി ലൈറ്റ് വെയ്റ്റ് സെമി സിൽക്കിൽ വരുന്ന സാരിയാണ്. ഇതുണ്ടോ, അടിപൊളി സാരി. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ
നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജ്യോതിക മാമിൻ്റെയാണ്. ഇതുണ്ടോ, ഇതും അതുപോലെ തന്നെ വളരെ സോഫ്റ്റാണ്. ഇതുണ്ടോ, അത്ര സോഫ്റ്റാണ്. നമ്മൾ സാധാരണ നമ്മൾ ഒരു 1500 റേഞ്ചിലൊക്കെ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിയ സാരിയുടെ ഒരു ഡിഫക്റ്റ്, കാരണം എനിക്കിവിടെ കസ്റ്റമേഴ്സ് വന്ന് പറഞ്ഞതാണ്, നമ്മൾ ആ ഒരു സാരി കണ്ട ആ ഭംഗിയിൽ ഞങ്ങൾ വാങ്ങിച്ചു, പക്ഷേ നമ്മളത് കുറ്റം പറയുന്നതല്ല, അവർ പറഞ്ഞത് പ്ലീറ്റ്സ് ഇതിങ്ങനെ പൊങ്ങി നിന്നു, ഒതുങ്ങി നിൽക്കുന്നുണ്ടായില്ല, പോളിസ്റ്റർ മിക്സ് ആയിരുന്നു. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ 1500 എന്ന് പറഞ്ഞാൽ 1500ൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു 25 എന്ന് പറഞ്ഞാൽ ആ 2500ൻ്റെ വാല്യൂ ഉണ്ട്. നമുക്കത് ശരിക്കും പറഞ്ഞാൽ 2950 റേഞ്ചിൽ സെല്ല് ചെയ്യാം. പക്ഷേ എനിക്ക് ഷോറൂമിൽ വന്ന എല്ലാവരും ആ ഒരു റേഞ്ച് 29 പറഞ്ഞിട്ട് ഒരു 25ന് താന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു റേറ്റ് തന്നെ രണ്ടിലും, ഓൺലൈനിലും ഷോറൂമിലും ഒരുപോലെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാരി എന്ന് പറയുകയാണെങ്കിൽ ഇതുണ്ടോ, അടിപൊളി സാരി, വളരെ സോഫ്റ്റാണ്. കാരണം ജ്യോതിക മാം വെയർ ചെയ്ത സെയിം തന്നെ ഇതാ ഒതുങ്ങി നിൽക്കുക. നമ്മൾ എങ്ങനെയാണോ ഇത് വെയർ ചെയ്യുന്നത് അതുപോലെ ഒതുങ്ങി നിൽക്കുന്ന സാരി. ഇത് ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് ഒന്ന് മതി. ഞാൻ ചിക്കു ഷെയ്ഡാണ് എടുത്തത്, കാരണം ഈ ഒരു ഷെയ്ഡ് എനിക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എടുത്തില്ല. പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇതുണ്ടോ, പിങ്കിൽ വരുന്ന പല്ലു പോർഷനാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാ പിങ്കാണ്. അപ്പോൾ ഈ 2 സാരിയും നമ്മൾ ഷോറൂമിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. ഫസ്റ്റ് 100 ബുക്കിങ്ങിൽ ഫസ്റ്റ് 500 ബുക്കിങ്ങിന് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും. ആദ്യത്തെ 500 ബുക്കിങ്ങിന് ഷിപ്പിംഗ് ഫ്രീ ആണ്. നെക്സ്റ്റ് മുതൽ ഷിപ്പിംഗ് ചാർജബിൾ ആയിരിക്കും. ഇൻസൈഡ് ഇന്ത്യ ഷിപ്പിംഗ് ഫ്രീ ആണ്. ഇതാണ് പല്ലു പോർഷൻ, ബ്ലൗസ് പീസ് പിങ്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല, ഇനിയിപ്പോൾ ആ ഓർണമെൻറ്റ്സ് എല്ലാവരും ചോദിക്കുക, അതിൽ ഒരു ഗ്രീൻ കളറിൽ നിത മാം ഇട്ടേക്കണ ഒരു ഗ്രീൻ കളറിൽ വരുന്ന പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ അതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജ്യോതിക മാം ഈ സാരീൻ്റെ കൂടെ വെയർ ചെയ്ത് ആ ഒരു ഓർണമെൻറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ സെയിം ഓർണമെൻറ്റ്സിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ വെയർ ചെയ്താൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച, അതൊരു ചെറിയൊരു സ്വപ്നമായിരുന്നു അവരിടുന്ന പോലത്തെ സാരി എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല, നേരെ ഫോൺ എടുക്കുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓപ്പൺ ആക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരിക. അപ്പം പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക് യു.